ഞാൻ എങ്ങനെയാടി കിച്ചുനോട് ഇതൊക്കെ പറയാ? നീ പറയണ്ടടി, അവനെ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ തട്ടിക്കൊണ്ടു പോക്കോളൂ. ഓ എന്റെ പൊന്നുമോളെ, കരിനാക്ക് വെച്ചൊന്നും പറയല്ലേ. ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടി ഞാൻ പോയിട്ട് അവൻ്റെ അടുത്ത് പറയാം. ഹോ, ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോടി നിനക്ക് എന്നോട്? ഹാ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെയല്ലേ. എങ്കിൽ പിന്നെ മോള് പോയി പറഞ്ഞിട്ട് വാ, എന്നിട്ട് കിട്ടാനുള്ളത് വാങ്ങിച്ചോണ്ട് വാ, അല്ലെങ്കിൽ തന്നെ അതൊരു കൽപ്പനാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോടി, കൽപ്പന ഒന്നുമില്ല, നീ പോയി പറഞ്ഞിട്ട് വാ. ശരിയെന്ന്, ഞാൻ പോയി പറഞ്ഞിട്ട് ഇപ്പോൾ വരാം. ഓ ദേ പോകുന്നുണ്ട്. ഇവളുടെ കാര്യം എന്താവോ എന്തോ. എങ്കിൽ പിന്നെ വാടാ, നമുക്ക് വീട്ടിലോട്ട് വിടാം. എക്സ്ക്യൂസ് മീ, കിച്ചു അല്ലേ? എന്താ കാര്യം? അതിന് താനല്ലല്ലോ കിച്ചു, ഞാൻ കിച്ചുനോട് പറഞ്ഞോളാം. എന്താണോ കാര്യം? അത് പിന്നെ കിച്ചു, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ദേവിക്ക് കിച്ചുന് ഭയങ്കര ഇഷ്ടാ. ഓഹോ, എങ്കിൽ പിന്നെ ദേവികോടെ എന്നെ വന്ന് കാണാൻ പറ. നീ വരുന്നില്ലേടാ, വായി നോക്കിക്കാണ്ട്. അവളുടെ കാര്യം പോക്കാ. ഓ സ്വപ്നരോഗി സ്വപ്നം കണ്ടോണ്ടിരിക്കാനല്ലോ ദൈവമേ, എന്ത് പറയൂലോട്. എന്താടി പറഞ്ഞേ? ഓ ഞാൻ പറഞ്ഞില്ലേടി, അയാൾക്ക് താല്പര്യമൊന്നുമില്ല. അയാളുടെ വർത്താനം കേട്ടപ്പോഴേ മനസ്സിലായി, നിന്നോട് ഒന്ന് കാണാൻ പറഞ്ഞു. ഹുഫ്, എന്റെ പൊന്നു മോളെ, അത് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല, നിന്റെ മുമ്പിൽ വെച്ച് പറയേണ്ട കാര്യമാണ് അതൊക്കെ, അതുകൊണ്ടല്ലേ. ഓ എന്തോ എനിക്ക് അങ്ങനെ തോന്നിയില്ല അയാളുടെ മട്ടുപാവം കണ്ടിട്ട്. നിനക്ക് അങ്ങനെ തോന്നുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് കിച്ചനോട് ഒരു ഇഷ്ടമുള്ളതുകൊണ്ടല്ലേടി. പിന്നെ എനിക്ക് വട്ടല്ലേ. എങ്കിൽ പിന്നെ മോളെ ക്ലാസ്സിലോട്ട് വിട്ടോ, ഞാൻ പോയി കണ്ടോളാം അവനെ. ഹോ, ഇവളെയൊക്കെ സഹായിക്കാൻ പോയി ഞാനാണ് വണ്ടി.